ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം തന്ന നല്ല നിമിഷത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് നാം ആരാധിക്കുവാണല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കും. നാം ഓരോരുത്തരും പ്രാർത്ഥനയോടായിരിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ ഒക്കെയും സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. നിത്യനായ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. നമ്മുടെ കൂടിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം സമാധാനമാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം. ദൈവം സമാധാനം തരുന്നു എന്ന് പറയുന്നതിനും അപ്പുറമായിട്ട് ദൈവം സമാധാനം ആകുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ദൈവം സമാധാനം ആകുന്നത് കൊണ്ടാണ് ദൈവം നമ്മളിൽ സമാധാനം നൽകുന്നത്. അപ്പം സമാധാനം തരുന്നതിനും അപ്പുറം ദൈവം സമാധാനം ആകുന്നു. നാം പലപ്പോഴും സമാധാനമായ ദൈവത്തെയാണോ അതോ സമാധാനം മാത്രം മതി എന്ന് പറഞ്ഞാണോ നാം പലപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്? ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജ്യത്ത് രാജാവുണ്ടായിരുന്നു. ആ രാജ്യത്ത് വൃദ്ധരായിരിക്കുന്നവരും ഉയർന്നവരും താഴ്ന്നവരും പണിയെടുക്കുന്നവരും എല്ലാവരും രാജാവ് വിളിച്ചുകൂട്ടി. ആ രാജാവോട് പറയാനിടയായി, നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് അത് തരും. ഒരുപാട് പേര് വന്നു പല ആവശ്യങ്ങൾ അവരോട് പറഞ്ഞു. രാജാവ് അതെല്ലാം കേട്ടു. അവർക്ക് വേണ്ടുന്നതൊക്കെയും രാജാവ് കൊടുത്തു. ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ആ രാജാവിന്റെ സന്നിധി വന്നു. രാജാവ് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, രാജാവ്, എനിക്ക് പൊന്നും പണമൊന്നും വേണ്ട. ഒരു ദിവസം രാജാവ് എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോടുകൂടെ ഒന്ന് പാർത്താൽ മതി. രാജാവ് അത് കേട്ട് അത്ഭുതപ്പെട്ടു. എല്ലാവരും വന്ന് വീടും പണവും സ്വർണവും ധനവും ഒക്കെ ചോദിച്ചു. പക്ഷെ ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു ദിവസം ആ വൃദ്ധനോടുകൂടെ പാർത്താ മതി, ആ ഭവനത്തിൽ ചെന്ന് പാർത്താ മതി, അത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. രാജാവ് പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളോട് ഒന്ന് പാർക്കാം. ആ രാജാവ് തൻ്റെ വൃദ്ധന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വൃദ്ധനായ മനുഷ്യന്റെ ഭവനത്തിൽ ചെന്നിട്ട് നോക്കുവിൻ, എനിക്ക് പാർക്കാൻ പറ്റുന്ന ഭവനമാണോ, ഇല്ലെങ്കിൽ അതുപോലെ അതിനെ മനോഹരമാക്കാൻ പറഞ്ഞു. ആ ഭടന്മാരവിടെ പോയി ഒരു പൊളിയാറായി കിടക്കുന്ന ഒരു ഭവനം. ആ ഭവനത്തിലേക്ക് എത്താനായിട്ട് ഒരു കുന്നും മലയൊക്കെ കള്ളും പുള്ളും ഒക്കെ നിറഞ്ഞ പാത അവിടെ ഉള്ളത്. വളരെ പ്രയാസം. രാജാവിന്റെ രഥം പോലും അതുവഴി പോകത്തില്ല. പക്ഷേ ആ വൃദ്ധന്മാര് രാജാവിന് രഥം പോകത്തക്ക രീതിയിൽ ആ വഴി മനോഹരമാക്കി. ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞ് അവിടെ രാജാവിന് വന്ന് പാർക്കുവാനും ആഹാരം കഴിക്കുവാനും തക്കവണ്ണമുള്ള ഏറ്റവും മനോഹരമായ ഒരു കൊട്ടാരം പോലൊരു ഭവനം അവിടെ പണിതു. എല്ലാ രീതിയിലും രാജാവിന് വന്ന് പാർക്കത്തക്ക രീതിയിൽ രാജാവിന് ആ യോഗ്യതയ്ക്കനുസരിച്ച് അവിടെ മനോഹരമാക്കി മാറ്റി. ഓക്കെ, രാജാവ് വന്നു, ആ വൃദ്ധനോടുകൂടെ ആഹാരം കഴിച്ചു. ആ ദിവസം രാജാവ് തൻ്റെ സമയം ആ വൃദ്ധനോട് ചെലവഴിച്ചു. ഞാനൊന്ന് പറയട്ടെ, അനേകര് വന്ന് രാജാവിനോട് അവരുടെ ആവശ്യങ്ങൾ പറയും. രാജാവ് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊടുക്കും. പക്ഷെ ഈ വൃദ്ധൻ രാജാവിനെ തന്നെ ആ വൃദ്ധന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ കഴിവുള്ള
ഒരു വ്യക്തിയാണ് ആ രാജാവെന്ന് മനസ്സിലാക്കും. പലപ്പോഴും നാം നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് ദൈവത്തോട് പറയുന്നത്. നമുക്ക് സമാധാനം വേണ്ടുന്ന അവസ്ഥകൾ മാത്രമാണ് നാം ദൈവത്തോട് പറയുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ കഴിവുള്ള വ്യക്തി എന്നും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ വൃദ്ധനായ മനുഷ്യൻ ആ രാജാവിനെ തന്നെ കൊണ്ടുപോയി. കാരണം ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി തരാനായിട്ട് ചെല്ലുമ്പോൾ ആവശ്യങ്ങൾ എപ്പോഴും അവസാനിക്കും. ആ ഒരു മാളിക മാത്രം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാളിക തീർന്നു. പക്ഷേ എന്നും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവശാലയും എന്ന് പേരിട്ടു. അത് ഇന്നുവരെയും അബീസർക്കുള്ള ഓഫ്രയും ഉണ്ട്. ഗിദെയോൻ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിന് യഹോവ ശാലേം എന്ന് പേരിട്ടു. അതിന്നുവരെയും അവിടെയുണ്ട്. ഗിദെയോൻ ആ യാഗപീഠത്തിന് ഇട്ട പേര് യഹോവശാലേം. യഹോവശാലേം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സമാധാനമാകുന്നു. സമാധാനമായൊരു ദൈവത്തെ ഗിദെയോൻ അവിടെ കാണുന്നു. പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലാണ് അവിടെ യാഗപീഠങ്ങൾ പണിയാറുള്ളത്. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി. പല കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുന്തോറും ഇവിടെ ദൈവം സമാധാനമാകുന്നു. ദൈവത്തിനൊരു യാഗപീഠം പണിയണമെങ്കിൽ ഗിദെയോന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് സമാധാനം ഇല്ലാത്തൊരവസ്ഥ കടന്നു വന്നു. എന്തുകൊണ്ടാണ് ഗിദെയോൻ സമാധാനമായ ഒരു ദൈവത്തെ കാണുവാൻ ഇടയായത്? എന്നാൽ അതിനു മുമ്പേ സമാധാനം നഷ്ടപ്പെട്ടു പോയി. 6-ാം അധ്യായം 1 മുതൽ താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ജനത്തിന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്? ദൈവം അനുഗ്രഹിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ. മിസ്രൈമിൽ നിന്ന് ദൈവം വിടുവിച്ചുകൊണ്ട് വന്ന് അവരെ ഓരോ കാലഘട്ടങ്ങളിലാക്കി അവർക്ക് വേണ്ടുന്ന സകലതും അവർക്ക് നൽകി ദൈവം ഏറ്റവും അനുഗ്രഹിച്ച ഒരു രാജ്യം ഇസ്രായേൽ. എന്നാൽ ഇവിടെ ഇസ്രായേലിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ദൈവം കൂടെയുള്ള രാജ്യമാണ് സർവശക്തനായ ദൈവം നടത്തിയ രാജ്യം. ദൈവം തന്നെ പറയുന്നത്, ഞാൻ ഇതുപോലെ വേറൊരു ജാതിക്ക് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3-4 വാക്യങ്ങളിൽ പറയുന്നത്, മിദ്യാനരും അമോലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. മിദ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവിടെ പാളയം ഇറങ്ങി. അവർ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ദേശത്തിന്റെ ആടുമാടുകൾ മുഴുവനും അവർ പിടിച്ചു. മിദ്യാനെ കുറിച്ച് നമുക്കറിയാം. അവർ ചില ദേശമൊക്കെയും നശിപ്പിക്കും. ആ ദേശത്തിന്റെ വിളവുകൾ നശിപ്പിക്കും. ആ ദേശം മുഴുവനും സമാധാനം നഷ്ടപ്പെട്ട് പോയ ഒരവസ്ഥ. ഒരു രാജ്യത്തിന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ. മിദ്യാനരും അമേലേക്കരും ഇസ്രായേലിന് നേരെ വന്ന് ആ ദേശത്തിന്റെ ആട് മാടുകളെ മുഴുവനും അവർ പിടിച്ചുകൊണ്ട് പോകും.
ഈശ്വര ജനം വേണം, അവർ പറയും ഒക്കെ ആടുമാടുകളെ പിടിച്ചുകൊണ്ട് വയ്ക്കുമോ, ഇവർക്ക് ആഹാരം കഴിക്കുവാൻ ഉണ്ടല്ലോ. എന്നാൽ ഇവിടെ ആടുമാടുകളെ മാത്രമല്ല മിഥ്യാന്യര് പിടിച്ചുകൊണ്ട് പോയത്, ആ ദേശത്തിന്റെ അവരുടെ വിഭവ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ വിളകൾ മുഴുവനും നശിപ്പിച്ചു. തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 7 വർഷം ഇസ്രായേലിനെ മിഥ്യാന്യര് പീഡിപ്പിച്ചു. മിഥ്യാന്യരെ കുറിച്ച് ഇസ്രായേൽ പറയുന്നത്, അവർ വെട്ടുക്കിളികളെ പോലെ വരും, അവരുടെ എണ്ണം അസംഖ്യമത്രേ, അവർ കൂടാരമായിട്ട് വരും, വന്നു കഴിഞ്ഞാൽ നശിപ്പിച്ചിട്ടേ അവർ പോകത്തുള്ളൂ, ആ ദേശം പട്ടിണിയാക്കിയിട്ടേ അവർ പോകത്തുള്ളൂ, അവരുടെ വിളകൾ മുഴുവനും നശിപ്പിച്ചിട്ടേ അവർ മടങ്ങത്തുള്ളൂ. ഒരു രാജ്യത്തിന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ദേശം ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും മറ്റ് ശത്രു സൈന്യം കൊണ്ടുപോയി. ആടുമാടുകളില്ല, വിളകളില്ല, ഒന്നുമില്ല. നമുക്ക് ആഹാരം കഴിക്കാതെ എത്ര ദിവസം നമുക്ക് ഇരിക്കാൻ കഴിയും? ചിലപ്പോൾ നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാം, പക്ഷേ വർഷങ്ങളോളം നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ കഴിയുമോ? പറ്റത്തില്ല. ആഹാരമല്ല നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത സകലതും ശത്രു സൈന്യം കൊണ്ടുപോകും. സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഒരു രാജ്യത്തിന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കാം. ഇന്നത്തെ എന്താ അവസ്ഥ? കൊറോണ എന്ന മാരക രോഗം ഇന്ന് അനേക രാജ്യങ്ങളിലെ സമാധാനം നഷ്ടപ്പെടുത്തി. പലരുടെയും ജോലി നഷ്ടമായി, പലരുടെയും ജീവിതത്തിന്റെ അടുത്ത മാർഗം എന്താണെന്ന് ചിന്തിക്കേണ്ടുന്ന അവസ്ഥ. പലരുടെയും ജീവിതത്തിൽ ഇനി അടുത്ത എന്ത് സ്റ്റെപ്പ് എടുത്തു വെക്കും എന്നുള്ള ചിന്ത. അനേക രാജ്യങ്ങളുടെ സമാധാനം നഷ്ടമായി, ജോലി നഷ്ടമായി, സമ്പദ് വ്യവസ്ഥയിൽ വലിയ തകർച്ചയുണ്ടായി. സമാധാനം മുഴുവനും ഇന്ന് അനേക രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു കിടക്കുന്നു. സമാധാനം എന്നൊരവസ്ഥയെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് ഒന്ന് മാറ്റിയാൽ അനേക രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം, കുടുംബജീവിതത്തിനകത്ത് ദൈവം സമാധാനം ഒരുക്കിയിരിക്കുന്നു, കുഞ്ഞുങ്ങൾ തമ്മിൽ സമാധാനം ഒരുക്കിയിരിക്കുന്നു, അനേക ദേശങ്ങളിൽ ദൈവം സമാധാനം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ആ സമാധാനത്തെ ഈ ലോകത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും അതിനെ ഒന്നെടുത്തു മാറ്റിയാൽ എന്ത് സംഭവിക്കും? എല്ലാം തകിടമറിഞ്ഞു പോകും. എല്ലാം നമുക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ മാറിപ്പോകും. രാജ്യങ്ങൾ തൊട്ട് ഒരു കുടുംബ ജീവിതത്തിന്റെ അകത്തളങ്ങൾ വരെ ദൈവം സമാധാനത്താൽ നിയന്ത്രിക്കുന്നു. എന്നാൽ ഇന്ന് സമാധാനം ഇല്ലാത്തൊരവസ്ഥ. നാം ഒരു വ്യക്തിയോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാ സമ്പാദിക്കുന്നത്? നിങ്ങൾ എന്തിനാ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ എത്ര സമ്പാദിച്ചു കൂട്ടുന്നത്? നിങ്ങൾ എന്തിനാ ജോലിക്ക് പോകുന്നത്? എല്ലാം സമാധാനപരമായൊരു ജീവിതത്തിന് വേണ്ടി, സമാധാനമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. എന്തിനാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? എന്തിനാ അവരെ ജോലിക്ക് കയറ്റുന്നത്? നാം എന്തിനാ അവർക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുന്നത്? കുഞ്ഞുങ്ങൾ സമാധാനമായൊരു ജീവിതം മുന്നോട്ട് വെക്കുക. ഇത്രയും നിങ്ങൾ എന്തിനാ സമ്പാദിക്കുന്നു? വളരെ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നു. എന്തിനാ? നിങ്ങൾ സമാധാനമായൊരു ജീവിതം മുന്നോട്ട് വെക്കുക. എന്താ സമാധാനം? ആറവന് വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകണം, ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകണം. ആറവന് കൈ നീട്ടാനായിട്ട് ഇടവരരുത്. ഇതിനൊക്കെ വേണ്ടിയാ നാം ജീവിക്കുന്നത്, അല്ലേ? വളരെ സമ്പാദിക്കുന്നത്. പക്ഷെ എല്ലാം സമ്പാദിച്ചിട്ടും എല്ലാം നേടിയിട്ടും ഇന്നും നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ പോകുന്നു. ദൈവത്താൽ എല്ലാ രീതിയിലും നമ്മൾ അനുഗ്രഹിച്ചു. ഞാൻ ഒരുപാട് സമ്പാദിച്ചു, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, അവരെ വിവാഹം ചെയ്ത് അയപ്പിച്ചു. പക്ഷെ ഇന്ന് എല്ലാത്തിനും നടുവിലും എല്ലാം ഉണ്ടായിട്ടും സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ആമേൻ.
ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച ഒരു രാജ്യമായി ഇസ്രായേൽ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിൽ അവർ കടന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സകലതും മൃഗസമ്പത്തും ഭക്ഷ്യസമ്പത്തും അന്യ ദേശക്കാർ അന്യ ശത്രുരാജ്യം കൊണ്ടുപോകും. അവർ പ്രയാസത്തിലായിരിക്കും. നാലാമത്തെ അധ്യായവും 5-ാമത്തെ അധ്യായവും നമുക്ക് കാണുമ്പോൾ അറിയാം, അവർ ദൈവം അതുപോലുള്ള പ്രശ്നത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. 5-ാം അധ്യായം അവസാനിക്കുമ്പോൾ ആ ദേശത്ത് വലിയൊരു സ്വസ്ഥതയുണ്ടായി എന്ന് 5-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സമാധാനം നഷ്ടപ്പെടുവാൻ ഒരു കാരണമുണ്ടോ? സമാധാനം നഷ്ടപ്പെടാൻ ഒരു കാരണം കാണും, അല്ലെ? ഉണ്ട്. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, അവർ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. വീണ്ടും വീണ്ടും അനിഷ്ടമായത് ഇസ്രായേൽ മക്കൾ ചെയ്തുകൊണ്ടിരിക്കും. ഇസ്രായേൽ മക്കളുടെ ലൈഫ് നമുക്കറിയാം. മിസ്രൈമിൽ നിന്ന് ദൈവം വിടുവിച്ച് മരുഭൂമിയിൽ 40 വർഷം അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കൊടുത്തു. അവർ വെള്ളം ചോദിച്ചു, ദൈവം വെള്ളം കൊടുത്തു. മാംസം ചോദിച്ചു, ദൈവം മാംസം കൊടുത്തു. ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിച്ച് അവർക്ക് വേണ്ടുന്നത് എല്ലാ രീതിയിലും അവരെ ദൈവം നടത്തി. അവരുടെ വസ്ത്രം പഴകിയില്ല, അവർ ചെരുപ്പ് തേഞ്ഞില്ല. മിസ്രൈമർ പുറകിൽ വന്നപ്പോൾ ചെങ്കടലിൽ കൂടെ ഉണങ്ങിയ നിലത്തിലൂടെ ദൈവം അവരെ നടത്തി. പക്ഷെ ഇസ്രായേൽ ലൈഫ് പലപ്പോഴും ദൈവത്തെ മറന്ന് ജീവിച്ചു. അവർ ദൈവത്തോട് പാപം ചെയ്യും, വീണ്ടും ദൈവം അവരെ ശിക്ഷിക്കും. ദൈവത്തോട് വീണ്ടും മനസ്സലിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് പോകും, ആരാധിച്ചുകൊണ്ട് പോകും. വീണ്ടും ദൈവത്തെ മറന്നവർ പാപം ചെയ്യും, ദൈവം പിന്നെയും ആ ദേശം ശിക്ഷിക്കും. വീണ്ടും അവർ അനുദപിച്ച് ദൈവത്തെ കടത്തും. ഒരു സൈക്കിൾ പോലെയാണ് ഇസ്രായേലിന്റെ ലൈഫ്. അതുകൊണ്ട് 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഇസ്രായേൽ മക്കൾ പിന്നെയും ദൈവത്തോട് പാപം ചെയ്തു, അനിഷ്ടമായത് ചെയ്തു. അവർ അനുദപിച്ചു. ഇസ്രായേൽ ജനം ദൈവത്തോട് അനുദപിച്ചു. അവർ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുടെ നടുവിൽ ദൈവത്തോട് അവർ അനുദപിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. 7-ാം അധ്യായത്തില് മിഥ്യാന്യർ നിമിത്തം ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നത് ദൈവം അവർ നിലവിളി കേട്ടു. ദൈവം അവരുടെ നിലവിളി കേട്ട് അവരുടെ നടുവിൽ ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നു. പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു, ദൈവത്തെ നിങ്ങൾ മറന്നു ജീവിച്ചു, ദൈവത്തെ നിങ്ങൾ മറന്നു. മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദൈവത്തെ നിങ്ങൾ മറന്നു. 40 വർഷക്കാലം മരുഭൂമിയിൽ നടത്തിയ ദൈവത്തെ നിങ്ങൾ മറന്നു. ആ രാജ്യത്തിന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തെ മറന്ന് ജീവിച്ച് ഇസ്രായേൽ. എങ്ങനാ ദൈവത്തെ മറന്നത്? അന്യ ദേവന്മാരെ, ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ, അശേര പ്രതിഷ്ഠകളെ അവർ ആ ദേശത്ത് കൊണ്ടുവന്നു. അന്യ ദേവന്മാരെ, പ്രതിമകൾ അവർ ആ ദേശത്ത് കൊണ്ടുവന്ന് ദൈവത്തെ മറന്ന് ആ ജീവനില്ലാത്ത, ഒരു അർത്ഥവുമില്ലാത്ത രീതിയിൽ അവർ ആ പ്രതിമകളെ ആരാധിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടമാകുന്നത്, സമാധാനം നശിക്കുന്നത് ദൈവഹിതമല്ലാതെ, ദൈവത്തിന്റെ ആഗ്രഹമല്ലാത്ത പൈശാചികമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടാണ്. മോശ മുഖാന്തരം ദൈവം തന്നെ കൊത്തിയ പലകയെ ദൈവത്തിന്റെ കൈയാൽ എഴുതപ്പെട്ട 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് നിയമമായി കൊടുത്തു. 40 ദിവസം ദൈവത്തോടു കൂടെ ഇരുന്ന മോശ
ആ കൽപ്പനകളുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനം ആദ്യം തെറ്റിക്കുന്നത് തന്നെ 10 കൽപ്പനയിൽ ആദ്യത്തെ 2 കൽപ്പനകളാണ്. ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ ഒരു അന്യദൈവം കൊണ്ടാവരുത്. സ്വർഗത്തിലും ഭൂമിയിലും യാതൊരു വിഗ്രഹത്തെയും നിങ്ങൾ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്യരുത്. എന്നാൽ മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്നത് അവർ ദൈവത്തെ മറന്ന് അന്യ ദേവന്മാരെ സേവിക്കുന്ന കാഴ്ചയാണ്. ദൈവത്തെ മറക്കുന്നത് പലപ്പോഴും ദൈവഹിതമല്ലാത്ത ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ പൈശാചികമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നിട്ടാണ്. അവിടെ ദൈവത്തെ മറന്ന് നമ്മുടെ സമാധാനം നഷ്ടമാകാം. ഇന്ന് ഇസ്രായേൽ സംഭവിച്ചിരിക്കുന്നതാണ്. ദൈവഹിതമല്ലാതെ അവരുടെ ജീവിതത്തിനകത്തേക്ക് അന്യ ദേവന്മാരെ പ്രവേശിപ്പിച്ചു. നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ ഇന്ന് ദൈവഹിതമല്ലാതെ പല അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട്. നാം എപ്പോഴും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കുടുംബത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ സമാധാനം നഷ്ടപ്പെട്ടു. തലമുറകളെ ഓർത്ത് നാം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? നമ്മുടെ ജോലി മേഖലകളെ ഓർത്ത് നാം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ ജീവിതം ഓർത്ത്, നാളെ ഓർത്ത് നാം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിത്യമായ സമാധാനം തരുവാൻ ഇന്ന് ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം സമാധാനമാകുന്നു. ദൈവം സമാധാനമാകുന്നു. എന്നാൽ ഇന്ന് സമാധാനമായ ദൈവത്തെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ദൈവഭീതമല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്ന സകലതും ഇന്ന് നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. സമാധാനമായ ദൈവത്തെ നാം ഇന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന് ചിന്തിച്ച്, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ സമാധാനം നഷ്ടപ്പെട്ടു. അവർ അന്യ ദേവന്മാരെ സേവിച്ചു. അവർ അന്യ വിഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് അനേക കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു. അനേക വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു. ദൈവഹിതമല്ലാത്ത പലതും കടന്നു. ഭാര്യ അറിയാതെ ഭർത്താവിന് മറ്റൊരു ബന്ധം, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധം, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുന്ന ദൈവഹിതമല്ലാത്ത പ്രവൃത്തി. പലപ്പോഴും നാം ദൈവത്തെ മറന്ന്, ദൈവകൽപ്പനകൾ മറന്ന് നാം ദൈവത്തെ ആരാധിക്കാതെ, സമാധാനമായ ദൈവത്തെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നു. എപ്പോഴും നാം ദൈവത്തോട് പരാതി പറയാറുണ്ട്. ഇസ്രായേൽ ജനം പറയുന്നത് പോലെ നാം ദൈവത്തോട് പരാതി പറയാറുണ്ട്. ദൈവമേ, ഈ നശിച്ച ജീവിതം, ഈ സമാധാനം നഷ്ടപ്പെട്ട ജീവിതം എനിക്കിനി വേണ്ട. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പരാതി പറയുന്നവരാണ്. വിവാഹം കഴിഞ്ഞ് ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്ക് ആ ഭാര്യമാര് പറയും അമ്മായിമ്മയെ കുറിച്ച്, ഈ നശിച്ച ജീവിതം, ഈ നശിച്ച ഭവനം, ഈ സമാധാനമില്ലാത്ത ജീവിതം, സമാധാനമില്ലാത്ത ഭവനം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ പറയാറുണ്ട്. നമ്മളെപ്പോഴും പരാതി പറയുന്നവരാ ദൈവത്തോട്. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു. മൃഗങ്ങൾ പരാതി പറയും? ഇല്ല. ഏതെങ്കിലും ഒരു മൃഗം നമ്മളടുത്ത് വന്നിട്ട് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പരാതി പറയാറുണ്ടോ? ഇല്ല. സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ഏതെങ്കിലും മൃഗങ്ങൾ ചെന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേൽ ജനം പരാതി പറഞ്ഞതുപോലെ നമ്മളും ദൈവത്തോട് പരാതി പറയും. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ. പരാതി പറയുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനം സമാധാനം നഷ്ടപ്പെടുവാൻ അന്യ ദേവന്മാർക്ക് പിശാചിന് ഇടം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നാം സമാധാനം നഷ്ടപ്പെടുവാൻ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയെ മാറ്റി അവിടെ സർവശക്തനായ നിത്യനായ
ആ സമാധാനം തരുന്ന ദൈവത്തെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ദൈവം സമാധാനമാകും. നിങ്ങളുടെ സമാധാനമില്ലാത്ത അവസ്ഥയെ ദൈവം മാറ്റാൻ പറ്റും. കാരണം ദൈവം സമാധാനമാകും. ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. ദൈവം സമാധാനമായതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട ആ സമയത്ത് ദൈവം ഗിദെയോനെ തിരഞ്ഞെടുക്കുന്നു. ഗിദെയോൻ 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ദൈവം ഗിദെയോൻ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുന്നു. ദൈവം ഗിദെയോനിലൂടെ ഇസ്രായേലിന്റെ സമാധാനത്തെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗിദെയോൻ തന്നെ പറയുന്നു, ദൈവം നമ്മോട് കൂടെയില്ല. മിദ്യാനര് കാണാതെ, മിദ്യാനര് അറിയാതെ ഗിദെയോൻ മുന്തിരിച്ചക്കിനകത്ത് ഗോതമ്പ് ഒടിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് നടുവിൽ ദൂതൻ വന്നിട്ട് പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെ. ഗിദെയോൻ വരെ പറയുന്നു, ദൈവം നമ്മുടെ കൂടെയില്ല. ഈ ദേശത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ ദൈവം നമ്മുടെ കൂടെയില്ല. മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദൈവം നമ്മുടെ കൂടെയില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മിദ്യാന്യർ നടുവിൽ നാം ഇങ്ങനെ പരാജയപ്പെടുന്നില്ലായിരുന്നു. മിദ്യാന്യർ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നില്ലായിരുന്നു. ദൈവം പലപ്പോഴും നമ്മുടെ കൂടെ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. എന്നാൽ ഇന്ന് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഏത് മേഖലയാണോ, സമാധാനമില്ലാതെ ഏതവസ്ഥയിലാണോ നാം മുന്നോട്ട് കടന്നു പോകുന്നത്, നാം ഏതിനെ ഓർത്തിട്ടാണോ നാം ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട ശൂന്യമായ അവസ്ഥകളിൽ നാം ആയിരിക്കുന്നത്, അവിടെ നിത്യനായ ആ സമാധാനം തരുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. സമാധാനം ഇല്ലാത്ത അവസ്ഥയുടെ നടുവിൽ ദൈവം നമുക്ക് സമാധാനം തരും. ദൈവം സമാധാനമാകുന്നു. സമാധാനമായൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അവസ്ഥകളെ ആ സമാധാനം ദൈവം നമുക്ക് മാറ്റിത്തരും. ഗിദെയോനിലെ ദൈവം ഒരു ശേഷിപ്പായി മാറ്റി. ഇസ്രായേൽ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദൈവം ഗിദെയോനെ ഒരു ശേഷിപ്പാക്കി മാറ്റി. സമാധാനമായ ദൈവത്തെ ഗിദെയോൻ കാണുന്നു. അവിടെ എന്തുകൊണ്ടാണ് സമാധാന ദൈവത്തെ കാണുന്നത്? ഗിദെയോൻ ദൈവത്തെ നേരിട്ട് കണ്ടു എന്നുള്ളൊരു ഭയം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനം ഒരു സൈഡില് സമാധാനം നഷ്ടപ്പെട്ടു, മിദ്യാനർ നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടു, വിളവില്ല, ഒന്നുമില്ല, ഒരു അവസ്ഥയുമില്ല, ഇനി നാളെ എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഗിദെയോൻ ദൈവത്തെ കണ്ടു എന്ന ഒരു ഭയം കൊണ്ട്, ഇനി മരിക്കും, ദൈവത്തെ കണ്ട്, ദൂതനെ കണ്ടുവല്ലോ എന്ന അവസ്ഥയിൽ മരിക്കാനിരിക്കുമ്പോൾ യഹോവ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടു, നിനക്ക് സമാധാനം, നീ മരിക്കുകയില്ല. മുന്തിരിച്ചക്കിനടുവിൽ ഗോതമ്പ് പഠിച്ച് ആ ഗോതമ്പ് എടുത്തുകൊണ്ട് പോയി മാവാക്കി അപ്പം ഉണ്ടാക്കി കഴിക്കണം. മിദ്യാനര് കണ്ടാൽ പിടിക്കും, അത് നശിപ്പിക്കും എന്ന ആ ടെൻഷനോട് ഇത് ചെയ്യുമ്പോൾ ദൈവത്തെ കണ്ടു എന്നുള്ള ഭയത്തിന് നടുവിലും സമാധാനമായൊരു ദൈവത്തെ ഗിദെയോൻ കാണുന്നു. ഇന്ന് ദൈവം ദൈവത്തിന്റെ പദ്ധതിയിലൂടെ നമ്മളെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഗിദെയോനെ ഒരു ശേഷിപ്പാക്കി മാറ്റി. ദൈവം ഗിദെയോനെ ആ രാജ്യത്തിന്റെ സമാധാനം മടക്കി വരുത്തുവാൻ തക്കവണ്ണം ഗിദെയോനെ ഉപയോഗിച്ചു. സമാധാനമായ ദൈവത്തെ എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്കിനി എന്താ പ്രയോജനം? എന്താണ് എനിക്കിനി പ്രയോജനം? സമാധാനമായ ദൈവത്തെ ഗിദെയോൻ കണ്ടു. സമാധാനമായ ദൈവത്തെ ഗിദെയോൻ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു? 25-ാമത്തെ വാക്യം വരെ താഴോട്ട് കാണുന്നത്, ആ ദേശത്തിന്റെ അശേര പ്രതിഷ്ഠകളെ, ആ ദേശത്തിലെ കടന്നു വന്ന അന്യ ആരാധനയെ ഗിദെയോൻ ഉടച്ചു കളഞ്ഞ്
നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് അവിടെ ദൈവത്തിന് ഒരു യാഗമർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്ന സമാധാനം നഷ്ടമായ അവസ്ഥകളെ ഇന്ന് സമാധാനത്തോടെ ദൈവം നമ്മളെ മുന്നോട്ട് അയക്കും. സമാധാനമായി ദൈവത്തെ എനിക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയെ ദൈവം മാറ്റും. ഏതൊക്കെ മേഖലയിലാണോ ഞാൻ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണോ ഞാൻ സമാധാനമില്ലാതെ മുന്നോട്ട് പോകുന്നത്, ആ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയെ ദൈവം മാറ്റി സമാധാനം എനിക്ക് തന്ന് എന്നെ ദൈവത്തിന്റെ പദത്തിലേക്ക് നയിക്കും. ഗിദെയോനിലൂടെ ദൈവം ആ ഇസ്രായേൽ രാജ്യത്തിന് സമാധാനം നയിച്ചു. മിദ്യാനരെ ഗിദെയോനിലൂടെ ദൈവം തോൽപ്പിച്ചു. ആ ദേശത്ത് അവരെ മടക്കി വരുത്തി. ഇന്ന് നാം സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ലോകത്തിന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടെടുത്ത് യെശയ്യാപ്രവാചകൻ പറയുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ ലോകത്തിന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടെടുത്ത് ദൈവം സമാധാന പ്രഭുവായ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. സമാധാന പ്രഭുവായ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. സമാധാനം ഈ ലോകത്തിനയക്കുന്നു. കടന്നു വന്ന് തന്നെത്താൻ ക്രൂശോളം താഴ്ത്തി, മരണത്തോളം താഴ്ത്തി, മരണത്തിന് ഏൽപ്പിച്ചു. ആ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് പ്രകാരമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. യേശു പറയുന്നത്, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ലോകം തരുന്ന സമാധാനത്തിന് എന്താ പ്രത്യേകത? ലോകം തരുന്ന സമാധാനം അത് അല്പനിമിഷത്തേക്കേ ഉള്ളൂ. ഒരു പ്രശ്നം കഴിഞ്ഞു, ആ പ്രശ്നത്തിൽ കുറച്ച് സമാധാനം കിട്ടി, എന്നാൽ അത് എന്നേക്ക് നിൽക്കുമോ? ഇല്ല. ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞ് നാം മുന്നോട്ട് പോകും തോറും പലതിലും സമാധാനം നഷ്ടപ്പെട്ട് പോവുക. കാരണം നിത്യമായൊരു സമാധാനം ഈ ലോകത്തില്ല. നിത്യമായൊരു സമാധാനം ഒരു വ്യക്തിക്കും തരാൻ കഴിയത്തില്ല. അവിടെ യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ലോകം തരുന്നത് പോലെയല്ല. ദൈവം തരുന്ന സമാധാനം അത് നിത്യമാണ്. അതാർക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപഹരിക്കാൻ കഴിയത്തില്ല, ആർക്കും അതിനെ മാറ്റാൻ കഴിയത്തില്ല. ഇന്ന് നാം സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? സമാധാനം ഇല്ലാത്ത അവസ്ഥയുടെ നടുവിൽ ആത്മഹത്യയുടെ വക്കിലാണോ നാം ആയിരിക്കുന്നത്? ദൈവം സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ഇടം കൊടുക്കണം. സമാധാനം നഷ്ടമാകുന്ന മേഖലകളിൽ നിന്ന് അതിനെ നിന്ന് മാറ്റി നാം ക്രിസ്തുവിന് സമാധാന പ്രഭുവായ ദൈവത്തിന് ഇടം കൊടുക്കണം. ലോകം തരാത്തൊരു സമാധാനം ദൈവം നമുക്ക് തരും. ലോകം നൽകാത്ത നിത്യസമാധാനം ദൈവം നമുക്ക് തരും. അതാർക്കും അപഹരിക്കാൻ കഴിയാത്ത ഒരു സമാധാനം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം. നാം പലപ്പോഴും നമ്മുടെ കഴിവുകളെ ഓർത്ത്, നമ്മുടെ ഇല്ലായ്മയെ ഓർത്ത് നാം പരാതി പറയാറുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് തനിക്ക് മുമ്പായിട്ടുള്ള പട്ടണങ്ങളിലേക്ക് ഈ 2 പേരെ വെച്ച് അയക്കുന്നു. കുറെ നിബന്ധനകൾ കൊടുക്കുന്നതിന് കൂട്ടത്തിൽ യേശു പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ചെല്ലുന്ന ഭവനത്തിൽ നിങ്ങൾ സമാധാനം കൊടുക്കുക. ഇത് അനേക ഭവനങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്.
മദ്യപാനം നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടു. തലമുറകളെ ഓർത്ത് നാം സമാധാനം നഷ്ടപ്പെട്ടു. നാളെ ഓർത്ത് നാം സമാധാനം നഷ്ടപ്പെട്ടു. ഇന്ന് ഈ രാജ്യങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു. ജോലിയെ ഓർത്ത് സമാധാനം നഷ്ടപ്പെട്ടു. അനേകർ ഇനി എങ്ങനെ നാളെ ജീവിക്കും എന്നോർത്ത് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് ദൈവം സമാധാനമാകും. സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സമാധാനമില്ലാത്ത അവസ്ഥയെ ദൈവം മാറ്റും. സമാധാനമായ ദൈവത്തെ എനിക്ക് കിട്ടി. ഇതുപോലെ സമാധാനം നഷ്ടപ്പെട്ട അനേകരിലേക്ക് ആ സമാധാനമായ ദൈവത്തെ എനിക്ക് എത്തിക്കണം. അനേക കുടുംബങ്ങളിലേക്ക് എനിക്ക് സമാധാനമായ ദൈവത്തെ കൊടുക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കുന്നത്. മദ്യപാന നിമിത്തം അനേക കുടുംബങ്ങളിൽ ഇന്ന് സമാധാനമില്ല. ഞാൻ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയാവരുത്. നാം സമാധാനം ഇല്ലാക്കുന്ന വ്യക്തിയാവരുത്. നാം സമാധാനം പകരുന്നവരായിരിക്കണം. കാരണം എൻ്റെ ജീവിതത്തിൽ സമാധാനമായ ദൈവമുണ്ട്, എൻ്റെ കൂടെ സമാധാനമായ ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണ്. സമാധാനമില്ലാത്തടുത്ത് ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണ്. ഒരു ഭവനത്തിനകത്തും ചെല്ലുമ്പോൾ ആ ഭവനം ഞാനാൽ സമാധാനം അനുഭവിക്കണം. കാരണം സമാധാനമായ ദൈവമായിട്ടാണ് ഞാൻ ആ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. സമാധാനമായ ദൈവമായിട്ടാണ് ഞാൻ ആ കുടുംബത്തിലേക്ക് ചെല്ലുന്നത്. സമാധാനം നഷ്ടപ്പെടുത്താനല്ല നാം മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്. സമാധാനമായ ദൈവത്തെക്കുറിച്ച് പറയണം. ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന സ്വർഗീയ ദൈവിക സമാധാനം അത് നഷ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ആ ദൈവത്തെ അവർക്ക് കൈമാറുവാൻ ഞാൻ തയ്യാറാണ്. നമ്മൾ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യവും അതാണ്. നാം ദൈവത്തിന്റെ ശേഷിപ്പ. ദൈവം ഗിദെയോനെ ആ രാജ്യത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ സമാധാനം മടക്കിക്കൊടുക്കുവാൻ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് നാം ദൈവത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന അനേകർക്ക് കൊടുക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നുവെങ്കിൽ, ജീവിതത്തിന്റെ നാളെ ഓർത്ത് നിങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, ജീവിതത്തില് നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ആത്മീക മണ്ഡലത്തിനകത്ത് ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് കയറാൻ കഴിയാതെ സമാധാനം നഷ്ടപ്പെട്ട് ഇന്ന് ഇരിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ സമാധാനം ഇല്ലാത്ത അവസ്ഥകളെ ആ ക്രിസ്തു മാറ്റും. ആ ക്രിസ്തു അത്രേ നാം സമാധാനം അനുഭവിക്കുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. ആ ക്രിസ്തു അത്രേ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. 3 ആണിമേൽ ആ ക്രൂശിൽ തൂങ്ങപ്പെട്ടത് നാം ഓരോരുത്തരും സമാധാനമായിരിക്കുവാൻ. ആ ക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ സമാധാനമില്ലാത്ത അവസ്ഥകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയുക. ദൈവം സമാധാനമാകും. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത സമാധാനം, ആർക്കും പിടിച്ചെടുക്കുവാൻ കഴിയാത്ത സമാധാനം, ഒരിക്കലും നഷ്ടമാകുവാൻ പറ്റാത്ത സമാധാനം. അതാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം. ആ സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ സമാധാനമില്ലാത്ത ആത്മഹത്യയുടെ വക്കിൽ, സമ്പത്തിനെ ഓർത്ത്, പല പ്രശ്നങ്ങളെ ഓർത്ത് ജീവിതം തകർന്ന് ആ സമാധാനം നഷ്ടപ്പെട്ട് ഇരിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ അവസ്ഥയെ ആ സമാധാന പ്രഭുവായ ക്രിസ്തുവിന്റെ കൈകളിലേക്ക് ഒന്ന് കൊടുക്കുക, യേശുവിന്റെ കൈകളിലേക്ക് ഒന്ന് കൊടുക്കുക. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ വലംകരം നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ആ സമാധാന പ്രഭുവിന്റെ മുന്നിൽ ഒന്ന് സമർപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഈ നിമിഷം സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന, ജീവിതത്തിനകത്ത് ഇനി ഒരു സ്റ്റെപ്പ് എങ്ങനെ എടുത്തു വെക്കുമെന്ന് ഓർത്ത്, തലമുറകളെ ഓർത്ത്, കുടുംബജീവിതത്തെ ഓർത്ത്, ജോലി ജീവിതത്തെ ഓർത്ത് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവെ വ്യക്തികളെ ഞാൻ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ ഇല്ലായ്മയെ, ശൂന്യതയെ ദൈവം സമാധാനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങ് സമാധാന പ്രഭുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ആ ക്രിസ്തുവിന് മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സമാധാനത്തിന്റെ അവസ്ഥകളെ മാറ്റി ഞങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പണത്തോടെ മുന്നോട്ട് പോകുവാൻ കർത്താവെ ആയിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സമാധാനം അവരിലേക്ക് ദൈവം അയക്കണമേ. സമാധാനം നഷ്ടപ്പെട്ട് ശൂന്യമായ അവസ്ഥകളെ ദൈവത്തിന്റെ സമാധാനത്താൽ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനയിടത്തിനായിട്ട് നന്ദി പറയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.